അപ്പം അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻ സക്സഷൻ ആക്ടിൽ പോയാൽ മതി. സോ സക്സഷൻ ആക്ടിൽ പോയാൽ മതി. സക്സഷൻ ആക്ടിൽ പോയി കഴിഞ്ഞാൽ you can see similar provisions in Indian Succession Act, that is 113 and 114. So 14 നമ്മുടെ rule against perpetuity as such or identical terms similar language തന്നെ it is covered in section 114 of the Indian Succession Act. അപ്പോൾ Indian Succession Act ആ ഒരു കൺസെപ്റ്റ് കവേർഡ് ആണ്, സെയിം കൺസെപ്റ്റ്. അപ്പം വില്ല് വഴിയും നമുക്ക് ഇങ്ങനെ ഒരു ഡിസ്പോസിഷൻ പറ്റില്ല. അതുപോലെ സെക്ഷൻ 13 തത്തുല്യമായിട്ടൊരു സെക്ഷനാണ് സെക്ഷൻ 113 ഓഫ് ഇന്ത്യൻ സക്സഷൻ ആക്ട്. ഇപ്പൊ സെക്ഷൻ 113 ഒരു സിമിലർ ലാംഗ്വേജ് തന്നെയാണ്. അപ്പം വില്ല് വഴി നമുക്കപ്പം ഫുൾ സാധനം കൊടുത്താലേ ആ ട്രാൻസ്ഫർ നിൽക്കുള്ളൂ. അപ്പൊ ഇതേ സെയിം തിങ് ഈ ഒരു ട്രാൻസ്ഫറിന്റെ ഈ രണ്ട് പ്രൊവിഷൻസും ഇറ്റ് ഈസ് കവേർഡ് അണ്ടർ ദ ഇന്ത്യൻ സക്സഷൻ ആക്ട്. സോ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു എ വിൽ. ഇനി ഈ ഒരു ഡിസിഷനിൽ പറയുന്നത് വെച്ചാൽ മോർഗേജിനൊക്കെ ഇത് ആപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ ഞാൻ ലോങ് മോർഗേജ്, ഒരു 100 വർഷത്തെ മോർഗേജ്, ഒരു പ്രോപ്പർട്ടി ഞാൻ മോർഗേജ് ചെയ്യണം, ഒരു 150 വർഷം അല്ലെങ്കിൽ 200 വർഷം മോർഗേജ് ചെയ്ത് നോക്കുക. സോ വെദർ ദിസ് ഈസ് ആപ്ലിക്കബിൾ. സോ അതിൻ്റെ അകത്തൊരു കോടതി പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കേസ് വന്നിട്ട് പത്മനാഭ വേഴ്സസ് സീതാരാമ എന്ന് പറഞ്ഞൊരു കേസാണ്. പത്മനാഭ വേഴ്സസ് സീതാരാമ. അതൊരു മദ്രാസ് ഹൈക്കോടതി ജഡ്ജ്മെന്റ് ആണ്. AAR 1928, മദ്രാസ് 28 1928 AAR വന്ന മദ്രാസ് 28 പേജിൽ വന്ന ഒരു ഡിസിഷനാണ് പത്മനാഭ വേഴ്സസ് സീതാരാമ. അതിൻ്റെ അകത്ത് അവർ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് this rule against perpetuity is not applicable to a mortgage. മോർഗേജിൽ വരുന്നില്ല. കാരണം മോർഗേജ് നമ്മൾ ഓൾറെഡി ഒരു നമ്മുടെ മോർഗേജിലോട്ട് വരും. അപ്പൊ നമ്മൾ മോർഗേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റൈറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തു. അത് പിന്നീട് ഒരു ഭാവിയിൽ ഒരു റൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമല്ല മോർഗേജ്. ദ മൊമെന്റ് യു എക്സിക്യൂട്ട് എ മോർഗേജ് ഓർ ക്രിയേറ്റ് എ മോർഗേജ്, ദ റൈറ്റ്സ് ആർ ക്രിയേറ്റഡ് then and there itself. That mortgage റൈറ്റ് അപ്പൊ തന്നെ വരും. പിന്നെ അതിങ്ങനെ ആ ഒരു റൈറ്റ് അങ്ങനെ സബ്സിസ്റ്റ് ചെയ്യുന്നുള്ള ഒരു ഫ്യൂച്ചർ പോയിന്റിൽ ഒരു ഇൻട്രസ്റ്റ് ക്രിയേഷൻ എന്നുള്ള സാധനമല്ല മോർഗേജ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ അപ്പൊ നമ്മുടെ ഈ 114 പറയുന്ന ഒരു ഫ്യൂച്ചർ വെസ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. ഒരു ഫ്യൂച്ചറിൽ ഒരു അൺബോൺ സൈഡിൽ വെസ്റ്റിങ്ങിനെ പറ്റി കവർ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ 113 114. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മോർഗേജിന് ഈ ഒരു പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞ ഒരു ജഡ്ജ്മെന്റ് ആണ് ഈ പത്മനാഭ വേഴ്സസ് സീതാരാമ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഈ ഒരു സാധനം. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ സെക്ഷൻ 20 ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞത്, ഒരു പ്രത്യേകിച്ച് ഡീഡിലൊന്നും എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അൺബോൺ ചൈൽഡ് പുള്ളി ജനിക്കുമ്പോൾ തന്നെ ഇറ്റ് ബിക്കംസ് വെസ്റ്റഡ് ഇൻ ദി അൺബോൺ ചൈൽഡ്. ദാറ്റ് ഈസ് കവർഡ് ഇൻ സെക്ഷൻ 20. ദാറ്റ് കൺസെപ്റ്റ് ഈസ് കവർഡ് ഇൻ സെക്ഷൻ 20 പറയുന്നത്. വേറെ പ്രത്യേകിച്ച് അൺലെസ് അതർവൈസ് മെൻഷൻ, ഞാൻ നേരത്തെ അതർവൈസ് മെൻഷന്റെ 2 എക്സാമ്പിൾ പറഞ്ഞു. ജനിച്ചിട്ട് അവൻ 5 വയസ്സാകുമ്പോഴേ വെസ്റ്റിംഗ് നടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഇന്റൻഷൻ ടു ദ കോൺട്രറി ആണ്. അപ്പൊ ആ ഒരു ഇന്റൻഷൻ ഇല്ലാത്ത അങ്ങനെ ഒരു ഇന്റൻഷൻ എഴുതാത്ത പക്ഷം, പ്രത്യേകിച്ച് ഇന്റൻഷൻ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ഇറ്റ് ഇസ് എ സിമ്പിൾ പ്ലെയിൻ വനില സിംപ്ലിസിറ്റർ ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ ദ പ്രോപ്പർട്ടി വിൽ വെസ്റ്റ് ഇൻ ഓൺ ദി അൺബോൺ ചൈൽഡ് ദ മൊമെന്റ് ഹി ഈസ് ബോൺ. പുള്ളി ജനിക്കുമ്പോൾ തന്നെ പുള്ളിക്ക് ആ റൈറ്റ് വരും. ഇനി ഈ റൂൾ അഗൈൻസ്റ്റ് പെർപെച്യൂറ്റിയുടെ ഒരു എക്സംഷൻ ഉണ്ട്. എക്സംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് നമ്മൾ പബ്ലിക് ചാരിറ്റി ആവശ്യത്തിനൊക്കെ ആയിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം, ഒരു പബ്ലിക്കിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യണം. ഇപ്പം സയൻസ് അല്ലെങ്കിൽ സ്പോർട്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ബെനിഫിഷ്യൽ ടു ഹ്യൂമാനിറ്റി ഉള്ള കാര്യങ്ങൾക്കായിട്ട് നമ്മൾ പ്രോപ്പർട്ടി ഒരു സെറ്റ് ഓഫ് പീപ്പിളിനോ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിനോ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് അവിടെ തന്നെ കിടന്നോട്ടെ, ഇനി ഇറ്റ് ഈസ് കനോട്ട് ബി ഫർദർ ഡിസ്പോസ്ഡ് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പബ്ലിക് യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി കൺസെപ്റ്റിന് ഒരു ചാരിറ്റി ഇതിനു വേണ്ടി ഒരു ട്രാൻസ്ഫർ നടത്തി കഴിഞ്ഞാൽ സോ ദാറ്റ് ഈസ് എക്സംപ്റ്റഡ് ഫ്രം ദിസ് സെക്ഷൻ 14. അപ്പൊ അതൊരു എക്സംഷൻ ആണ്, ഒരു പബ്ലിക്. അത് വന്നിട്ടുള്ളത് സെക്ഷൻ 18 അത് കവർ ചെയ്യുന്നത്. സെക്ഷൻ 18 ഈ എക്സംഷൻ ടു പെർപെച്യൂറ്റി ഫോർ ദ ബെനിഫിറ്റ്, ട്രാൻസ്ഫർ ഇൻ പെർപെച്യൂറ്റി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് പബ്ലിക്കിന് വേണ്ടി ബെനിഫിറ്റ് പെർപെച്വൽ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുവാണ്. ഐ എം ട്രാൻസ്ഫറിംഗ് ദിസ് പ്രോപ്പർട്ടി ടു ദിസ് പെർട്ടിക്കുലർ ട്രസ്റ്റ് പെർപെച്വലി. ആ ട്രസ്റ്റ് മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ട്രസ്റ്റ് അത് വിൽക്കാനും പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓക്കെ, ബിക്കോസ് that is done for the benefit of the public, that this exception is covered under section 18 of the TP Act. പിന്നെ വില്ലിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ ഉള്ള ഒരു പോയിന്റ് ആണ് ഞാൻ നേരത്തെ പറയുന്നത്, വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആൻഡ് കണ്ടിൻജന്റ് ഇൻട്രസ്റ്റ്. 2 സാധനങ്ങളാണ്, വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആൻഡ് കണ്ടിൻജന്റ് ഇൻട്രസ്റ്റ്. സോ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഈസ് കവേർഡ് അണ്ടർ സെക്ഷൻ 19. സെക്ഷൻ 19 ഈ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്താണെന്ന് പറയുന്നത് സെക്ഷൻ 19. വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൺ എ ട്രാൻസ്ഫർ, വെൻ എ പ്രോപ്പർട്ടി ഈസ് ട്രാൻസ്ഫേർഡ് ആൻഡ്
See, there is no, what you call, recital regarding the time of vesting or any condition precedent. Then the vesting shall happen forthwith. ഏത് ഡീഡിലും നമ്മൾ വസ്തു ഒരാൾക്ക് എഴുതി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, unless there is a timeline specified or unless there is a condition precedent specified, the property the property stands transferred to and vested in that person at the same time. Forthwith എന്നുള്ള വേർഡാണ് സെക്ഷൻ 19 യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ അതിനകത്ത് വേറെ ടൈം ലിമിറ്റ് ഒന്നും പറയുന്നില്ല. 10 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് നിനക്ക് ഇത് വെസ്റ്റഡ് ആവും, അല്ലെങ്കിൽ നിന്റെ കല്യാണം കഴിയുമ്പോഴേ ഇതിൽ നിനക്ക് വെസ്റ്റഡ് ആവും എന്ന് ഒരു കണ്ടീഷൻ പറയാത്തിടത്തോളം the vesting will happen instantly. So that kind of a, what you call, interest is called vested interest. While the transferred interest in vested interest, because upon execution of the document, the interest over the property is vested in the transferee from the transferor. Or vesting upon the so my right under the deed, so I have a vested interest. The interest is vested in the transferee. So that is called a vested interest, section 19. Upon the ഇതിന്റെ അടുത്ത സാധനം എന്ന് പറയുന്നത് ഇറ്റ്സ് കോൾഡ് കണ്ടിൻജന്റ് ഇൻട്രസ്റ്റ്. കണ്ടിൻജന്റ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൺ എ ട്രാൻസ്ഫർ, ഇഫ് എ കണ്ടീഷൻ ഈസ് സ്പെസിഫൈഡ് upon the happening of which or non-happening of which, as the case may be, which is a condition, which is called a condition precedent, then for the vesting, if there is a condition specified, then the vesting will happen only upon happening or non-happening, as the case may be, of the property in the transferee. അതായത് നമ്മൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുമ്പം ഒരു കണ്ടീഷൻ പ്രീസിഡന്റ് നമ്മളൊന്ന് പറഞ്ഞു. വാട്ട് ഈസ് എ കണ്ടീഷൻ പ്രീസിഡന്റ്? കണ്ടീഷൻ പ്രീസിഡന്റ് ആർ സർട്ടൻ കണ്ടീഷൻസ് വിച്ച് ആർ stipulated in the transfer, terms of transfer. It says that, see, the property will be the vesting will happen only upon happening of the condition precedent or an uncertain future uncertain event. Then such a condition is called a condition precedent, which is necessary to be complied with for the completion of the transfer. അപ്പൊ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ചില കണ്ടീഷൻസ് നടന്നാൽ മാത്രമേ ട്രാൻസ്ഫർ ആവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ സച്ച് എ കണ്ടീഷൻ ഈസ് കോൾഡ് എ കണ്ടീഷൻ precedent. നിങ്ങൾ SLC പരീക്ഷ ജയിച്ചാൽ മാത്രമേ say I am transferring the property to you by this deed, but the vesting will happen, the transfer will be complete only upon you passing SSLC exam with 60% marks എന്ന് പറയുവാണെങ്കിൽ ആ ഒരു കണ്ടീഷൻ നടന്നെങ്കിൽ മാത്രമേ അയാൾക്ക് റൈറ്റ് വെസ്റ്റഡ് ആവുള്ളൂ. സോ ടിൽ ദ ടൈം ദാറ്റ് കണ്ടീഷൻ ഹാപ്പൻസ്, the transferee under the deed is only having a contingent interest over the property. അപ്പം ഇങ്ങനത്തെ ഒരു റൈറ്റ് ആണ് കണ്ടിൻജന്റ് ഇൻട്രസ്റ്റ്. ദ റൈറ്റ് ഓഫ് ദ ട്രാൻസ്ഫറി to get the property upon happening of that condition precedent. That kind of right is called that right is called a contingent interest. That kind of interest is called a contingent interest. അവൻ ഈ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ റൈറ്റ്സ് കിട്ടുന്നില്ല, ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല. അത് കിട്ടണമെങ്കിൽ ഒരു കണ്ടീഷൻ നടക്കുക നടക്കാതിരിക്കുക എന്താ എഴുതി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കണം. അത് സംഭവിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ അതുവരെ എന്റെ റൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ contingent interest. അങ്ങനത്തെ റൈറ്റിനാണ് contingent interest. Contingent interest will become, or it transforms to vested interest, or it will become a vested interest upon happening of that particular condition precedent. എന്ന് വെച്ച് കഴിഞ്ഞാൽ contingent interest ഉള്ള ഒരാളുടെ interest, it becomes a vested interest. അവനത് പ്രോപ്പർട്ടി കിട്ടും എപ്പോഴാണ്? upon the happening of the specified condition precedent. അപ്പൊ ഈ contingent interest is covered under section 21 and vested interest is covered under section 19. പിന്നെ contingent liability എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ? Anyone heard of contingent liability? See, guarantee, നിങ്ങൾ guarantee issued by companies, persons. ഈ ഗ്യാരണ്ടി ഒക്കെ ഇഷ്യൂ ചെയ്യുമ്പോഴത്തേക്കും, എസ്പെഷ്യലി വെൻ കമ്പനീസ് ഇഷ്യൂ ഗ്യാരണ്ടി, കമ്പനിയുടെ ഒക്കെ ബാലൻസ് ഷീറ്റിൽ, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ, ബാലൻസ് ഷീറ്റിൽ അവരുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് കാണിക്കണം കമ്പനീസിനെല്ലാം. അപ്പൊ ഈ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് കാണിക്കുമ്പോൾ അവരുടെ അടുത്ത ലോൺ അത് ഇതൊക്കെ ലയബിലിറ്റി സൈഡിൽ വരും. അപ്പൊ അതിന്റെ അകത്ത് ഇപ്പൊ ഏതെങ്കിലും ഒരു കമ്പനി ഒരു ഗ്യാരണ്ടി, ഒരു കോർപ്പറേറ്റ് ഗ്യാരണ്ടി ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇഫ് യു ഇഷ്യൂ എ ഗ്യാരണ്ടി, ഇപ്പൊ ഞാനൊരു ഗ്യാരണ്ടി ഇഷ്യൂ ചെയ്താൽ, see, I'm having an obligation under the guarantee. What is the obligation?
to pay the amount upon its invocation. And the beneficiary guarantee invoke in the samayathu, I have to pay the amount. പക്ഷെ guarantee issue ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് I need not pay the amount. It's not required to be paid. Merely because you have issued a guarantee. But guarantee നിങ്ങൾ ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പൈസ ഒന്നും പേയേണ്ടി വരുന്നില്ല. അത് അവിടെ ആ ഗ്യാരണ്ടി അങ്ങനെ നിൽക്കും. ഭാവിയിൽ അണ്ടർലൈൻ കോൺട്രാക്റ്റിൽ ബ്രീച്ച് വന്നു കഴിഞ്ഞാൽ ബെനിഫിഷ്യറി ഇൻവോക്ക് ചെയ്യുമ്പോൾ ഞാൻ പേ ചെയ്തല്ലേ പറ്റുള്ളൂ. സോ മൈ ലയബിലിറ്റി അണ്ടർ എ ഗ്യാരണ്ടി, it's a contingent liability. So today there is no liability as such, but tomorrow if it is invoked, then I am under an obligation to pay the amount. So that kind of a liability is called a contingent liability. അപ്പം ഈ കമ്പനീസിന്റെ ഒക്കെ ബാലൻസ് ഷീറ്റിൽ ഈ ഒരു കണ്ടിൻജന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിലാണ് അവർ ഈ ഒരു ഗ്യാരണ്ടി ഇഷ്യൂ ആയിട്ടുള്ള ലയബിലിറ്റി ഒക്കെ കാണിക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ട്രാൻസ്ഫോംഡ് ഇൻ ടു ആൻ ആക്ച്വൽ ലയബിലിറ്റി, ഇറ്റ് ഈസ് സ്റ്റിൽ എ കണ്ടിൻജന്റ് ലയബിലിറ്റി. സോ ഈ ആ ഒരു സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ. റൈറ്റ് വന്നിട്ടില്ല, വരുമ്പോൾ വെസ്റ്റഡ് ആവുന്നവരെ എന്റെ റൈറ്റ് ഇറ്റ്സ് എ കണ്ടിൻജന്റ് ലയബിലിറ്റി. അപ്പൊ ഇതിന്റെ അകത്ത് ഒരു സ്പെക്സ് സക്സഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചൊരു സാധനമാണ്. അതായത് റൈറ്റ് and higher apparent in the right of chances of succeeding to a property. അപ്പൊ സ്പെക്സ് സക്സഷനിസ്റ്റ് എന്ന് പറയുന്ന സാധനം അതൊരു കണ്ടിൻജന്റ് ഇൻട്രസ്റ്റോ വെസ്റ്റഡ് ഇൻട്രസ്റ്റോ അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസിഷൻ ഉണ്ട്. അതാണ് സംസുദ്ദീൻ വേഴ്സസ് അബ്ദുൾ ഹുസൈൻ എന്ന് പറഞ്ഞൊരു കേസ്. 1906 ILR 31 ബോംബെ 165. സംസുദ്ദീൻ വേഴ്സസ് അബ്ദുൾ ഹുസൈൻ. അപ്പൊ അത് 1906 ILR വന്നൊരു റിപ്പോർട്ട് ചെയ്ത സാധനമാണ്. ILR 31 ബോംബെ ഹൈക്കോർട്ടാണ് 165. അപ്പൊ അതിൻ്റെ അകത്ത് പറയുന്നത് സ്പെക് സക്സഷനിസ്റ്റ് ഈസ് നോട്ട് എ കണ്ടിൻജന്റ് ഇൻട്രസ്റ്റ്. അതെന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെക് സക്സഷൻ ഒന്നാമത് അത് ആരും ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സാധനമല്ല, ഒരു ഡോക്യുമെന്റിൽ CPO കണ്ടീഷൻ പ്രിസന്റോ അങ്ങനെയുള്ള ഒരു സാധനമല്ല. രണ്ട്, അത് ഒരിക്കലും ഒരു ഹയറിന് വാട്ട് യു കോൾ ഇറ്റ് ഈസ് നോട്ട് കണ്ടിൻജന്റ്. അത് വരണം എന്ന് ഒരു നിർബന്ധമില്ല. സപ്പോസ് ഹി ഡിസ്പോസസ് ദി മെയിൻ പേഴ്സൺ ഡിസ്പോസസ് ദ പ്രോപ്പർട്ടി, ദെൻ ദ ഹയർ വിൽ നോട്ട് ഗെറ്റ് എനിത്തിങ്. അപ്പൊ അയാൾ ആ പ്രോപ്പർട്ടി ഉള്ളപ്പോൾ തന്നെ മരിച്ചാൽ മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ദാറ്റ് കൈൻഡ് ഓഫ് സ്പെക് സക്സഷനിസ്റ്റ് ഈസ് നോട്ട് എ കണ്ടിൻജന്റ് ഇൻട്രസ്റ്റ് എന്നാണ് ഈ കോടതി ഈ കേസിൽ പറഞ്ഞേക്കുന്നത്. അപ്പം CP, അപ്പൊ ഇതാണ് കാര്യം. അപ്പം ഇനി വേറൊരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെക്ഷൻ 25 വേറൊരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ ഈ കണ്ടീഷൻ പ്രീസിഡന്റ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പം ഈ കണ്ടീഷൻ പ്രീസിഡന്റ് ഒരിക്കലും ഒരു ഇല്ലീഗൽ കണ്ടീഷനോ ഇമ്മോറൽ കണ്ടീഷനോ അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനോ ആവാൻ പാടില്ല. അങ്ങനെ ആണെങ്കിൽ the entire transaction will fail. ഇപ്പം പറയണം ഞാൻ 100 കിലോമീറ്റർ സ്പീഡിൽ ഓടിയാൽ മാത്രം അല്ലെങ്കിൽ 1000 km/h ഓടിയാൽ മാത്രമേ ഈ പ്രോപ്പർട്ടി വെസ്റ്റഡ് ആവുള്ളൂ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ പ്രസിഡന്റ് കൊടുക്കുകയാണ്. പറ്റില്ല. അല്ലെങ്കിൽ ഡ്രഗ്സ് പെഡിൽ ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് നാർക്കോട്ടിക് സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് കൊണ്ട് ഒരാൾക്ക് കൊടുത്താൽ മാത്രമേ ഇത് അതിന്റെ അതിന്റെ വെസ്റ്റിംഗ് നടക്കുള്ളൂ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ പ്രസിഡന്റ് ഇടുവാണ്. അല്ലെങ്കിൽ ഒരുത്തിനെ പിടിച്ച് 2 ഇടി കൊടുത്താലേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള കണ്ടീഷൻസ് പ്രസിഡന്റ് ഇട്ട് കഴിഞ്ഞാൽ ദ എൻറ്റയർ ട്രാൻസാക്ഷൻ വിൽ ഫെയിൽ. അപ്പൊ അത് കവർ ചെയ്യുന്നത് സെക്ഷൻ 25 സെക്ഷൻ 25 ആ ഒരു കൺസെപ്റ്റ് കവർ ചെയ്യുന്നത്. കാരണം ആ അങ്ങനെ ഇല്ലീഗൽ ആയിട്ടുള്ളതോ ഇമ്മോറൽ ആയിട്ടുള്ളതോ പബ്ലിക്കിന് ഇൻജൂറിയസ് ആയിട്ടുള്ളതോ കണ്ടീഷൻ പ്രീസിഡൻസ് വെക്കാൻ പാടില്ല. If such a condition precedent is prescribed, then that entire transaction will fail. ഇനി ലാസ്റ്റ് ആയിട്ടുള്ള ഇന്നിപ്പം ടൈം ഇത്ര ഏകദേശം ആവാറ്. അതിൻ്റെ അത് ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞു പോവാം. അതിൻ്റെ അകത്ത് കണ്ടീഷൻ പ്രീസിഡന്റിന്റെയും കണ്ടീഷൻ സബ്സിക്വന്റ് ഞാൻ പറഞ്ഞു. കണ്ടീഷൻ സബ്സിക്വന്റ് ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റിംഗ് ഓൾറെഡി വിൽ ഹാപ്പൻ അപ് ഫ്രണ്ട്. വെസ്റ്റിംഗ് നടന്നിട്ട് നമ്മൾ പറയുകയാണ് ഈ വെസ്റ്റ് ചെയ്ത പ്രോപ്പർട്ടി ഇഫ് യു ഡു ABCD, the property will be divested. It will be divested from you and it will be going to another person or it will be coming back to me. നിങ്ങൾക്ക് ഞാൻ ഈ പ്രോപ്പർട്ടി എഴുതി തരുവാണ്. സോ വെസ്റ്റിംഗ് ഹാപ്പൻസ് അപ് ഫ്രണ്ട്. പക്ഷേ ഈ വെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് 1 or 2 കണ്ടീഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ആ സംഭവം നടന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡൈവെസ്റ്റഡ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ പ്രോപ്പർട്ടി നഷ്ടപ്പെടും. ഇറ്റ് വിൽ ബി ഗോയിങ് ടു അനദർ പേഴ്സൺ എന്നാണ് ഡോക്യുമെന്റിലെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് കണ്ടീഷൻസ് ആർ കോൾഡ് കണ്ടീഷൻ സബ്സിക്വന്റ്. Though that because that conditions are subsequent to vesting and that conditions what you call and the happening or compliance of that condition subsequence will result in a divestment. കാരണം വെസ്റ്റിംഗ് ഓൾറെഡി നടന്നു, കണ്ടീഷൻ സബ്സിക്വന്റ് നടന്നു കഴിഞ്ഞാൽ there will be a ഡൈവെസ്റ്റ്മെന്റ്. അപ്പൊ അങ്ങനെ ഈ കാര്യങ്ങളാണ് കണ്ടീഷൻ സബ്സിക്വന്റ്. അപ്പൊ ഇതിന്റെ അകത്ത് ദർ ഇസ് എ ഡോക്ട്രിൻ ഓഫ് CY എന്നാണ് ഇരുന്നത്. CYPRES ഒരു ഫ്രഞ്ച് ടേം ആണ്. സോ ക്ലോസ് എന്റെ മീനിങ് അങ്ങനെ വളരെ നിയർ എന്നുള്ള മീനിങ് ആണ്. അതിന്റെ ഒരു വേർഡ് മീനിങ് പറഞ്ഞു കഴിഞ്ഞാൽ സി പ്രേ ഒരു ഫ്രഞ്ച് വേർഡാണ്.
അപ്പം ഈ സി പ്രേ ഡോക്ട്രിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ, അതായത് ഈ ഒരു കണ്ടീഷൻ പ്രിസിഡന്റ് നമ്മളൊരു ഡോക്യുമെന്റിൽ ഉണ്ടെങ്കിൽ ദ കോർട്സ് ക്യാൻ ഇന്റർപ്രറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് എ സബ്സ്റ്റാൻഷ്യൽ കംപ്ലയൻസ് ഓഫ് conditions precedent is enough to complete the vesting of the interest in an immobile property. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻ പ്രീസിഡന്റ് ആയിട്ട് ഒരു 5-6 കണ്ടീഷൻ പ്രീസിഡന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു സബ്സ്റ്റാൻഷ്യൽ കംപ്ലയൻസ് മതി വെസ്റ്റിംഗ് നടക്കാൻ. സബ്സ്റ്റാൻഷ്യൽ കംപ്ലയൻസ് വെച്ചാൽ നല്ല രീതിയിൽ കംപ്ലൈ ചെയ്യുക. അപ്പം അതിനൊരു ഉദാഹരണമായിട്ട് ഇതിന്റെ അകത്ത് തന്നെ നമുക്ക് കണ്ടീഷൻ സബ്സിക്വന്റിന്റെയും ഒക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ഒരാൾ പറയുവാണ് നിങ്ങൾ if you marry with the consent of A, B, C, D, the property will be vested in you. എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും 4 പേരുടെയും സമ്മതത്തോടെ നിങ്ങൾ കല്യാണം കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വെസ്റ്റിംഗ് നടക്കും എന്ന് പറയുവാണ്. അപ്പൊ അങ്ങനെ എഴുതി വെച്ചു. അത് കഴിഞ്ഞ് ഡി മരിച്ചുപോയി എന്ന് നോക്കുക. ഡി മരിച്ചുപോയി. സോ ഹി ടേക്സ് ദ കൺസെന്റ് ഓഫ് എ, ബി, സി. എയുടെയും ബിയുടെയും ജീവിച്ചിരിക്കുന്ന എയുടെയും ബിയുടെയും സിയുടെയും കൺസെന്റോടുകൂടി കല്യാണം കഴിച്ചു. ഡിയുടെ കൺസെന്റ് എടുക്കാൻ പറ്റില്ല, കാരണം ഡി മരിച്ചുപോയി. സോ ദർ ഇസ് എ സബ്സ്റ്റാൻഷ്യൽ കംപ്ലയൻസ് ഓഫ് ദ കണ്ടീഷൻസ് പ്രീസിഡന്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫുൾ ആയിട്ട് കംപ്ലൈ ചെയ്യാൻ പറ്റില്ലെങ്കിലും ദർ ഇസ് എ സബ്സ്റ്റാൻഷ്യൽ കംപ്ലയൻസ് ഓഫ് കണ്ടീഷൻസ് പ്രീസിഡന്റ്. സോ ദ ട്രാൻസ്ഫർ വിൽ ടേക്ക് ഇഫക്ട് ആൻഡ് ദ വെസ്റ്റിംഗ് വിൽ ഹാപ്പൻ എന്നാണ് കോടതി ഇന്റർപ്രറ്റ് ചെയ്യുക. ദാറ്റ് പ്രിൻസിപ്പിൾ ഇസ് കോൾഡ് സി പ്രേ, ബിക്കോസ് ലോ ഈസ് ഇൻ ഫേവർ ഓഫ് വെസ്റ്റിംഗ് ആൻഡ് നോട്ട് ഇൻ ഫേവർ ഓഫ് ഡൈവെസ്റ്റിംഗ്. അപ്പം ലോ ഈസ് ഓൾവേസ് ഇൻ ഫേവർ ഓഫ് വെസ്റ്റിംഗ്. അതാണ് അതിന്റെ ആ കൺസെപ്റ്റ്. എപ്പോഴും വെസ്റ്റിംഗിനാണ് ലോ പ്രിഫർ ചെയ്യുക. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ദിസ് കണ്ടീഷൻ പ്രീസിഡന്റ്, as far as the conditions precedent are concerned, a substantial compliance is enough. Whereas in case of condition subsequent, ഇതേപോലെ നമ്മുടെ ഡൈവെസ്റ്റ്മെന്റ് നടക്കാൻ, നീ കിട്ടിയ പ്രോപ്പർട്ടിയാണ്, പക്ഷെ നീ ABCD ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ 3-4 സാധനം സംഭവിച്ചു കഴിഞ്ഞാൽ ഡൈവെസ്റ്റ്മെന്റ് നടക്കും എന്ന് പറയുവാണെങ്കിൽ ആ എല്ലാ കണ്ടീഷൻ പ്രീസിഡന്റ് സബ്സിക്വന്റും കംപ്ലൈ സ്ട്രോങ് ആയിട്ട് സ്ട്രിക്ട് കംപ്ലയൻസ് ഓഫ് ദി കണ്ടീഷൻ സബ്സിക്വൻസ് ആർ കണ്ടംപ്ലേറ്റഡ് ബൈ ലോ. അപ്പൊ ആ എല്ലാ കണ്ടീഷൻ സബ്സിക്വന്റും നടന്നെങ്കിൽ മാത്രമേ ഈ ഒരു ഡൈവെസ്റ്റ്മെന്റ് നടക്കുള്ളൂ. അപ്പൊ അവിടെ ഒരാൾ മരിച്ചുപോയി. അപ്പൊ ഒരു കണ്ടീഷനിൽ ഇതേപോലെ ഒരു സമ്മതം വേണ്ട സ്ഥലത്താണെങ്കിൽ 4 പേരുടെ സമ്മതം വേണം. അപ്പം ഒരാളുടെ പറ്റിയില്ല. അപ്പം പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം കംപ്ലയൻസ് ആവുന്നില്ല. അവിടെ 100% കംപ്ലൈന്റ്, സബ്സ്റ്റാൻഷ്യൽ കംപ്ലൈൻസേ ആവുന്നുള്ളൂ. അപ്പം കണ്ടീഷൻ സബ്സിക്വന്റിനെ സംബന്ധിച്ചിടത്തോളം സബ്സ്റ്റാൻഷ്യൽ കംപ്ലൈൻസ് ഈസ് നോട്ട് ഇനഫ്. കംപ്ലീറ്റ് കംപ്ലൈൻസ് ഓഫ് ഇറ്റ്സ് റിക്വയർഡ് ഫോർ ഡൈവെസ്റ്റിംഗ്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കണ്ടീഷൻ സബ്സിക്വന്റും കംപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ, ഇമ്പോസിബിൾ ആണോ അല്ലയോ എന്നൊക്കെ വേറെ കാര്യം, ആ ടൈമിൽ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള വേറെ കാര്യം. അങ്ങനെ ആണെങ്കിൽ പോലും കംപ്ലീറ്റ് കണ്ടീഷൻസും പ്രോപ്പറായിട്ട് കംപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ അതുപോലെ നടന്നെങ്കിൽ മാത്രമേ ഡൈവെസ്റ്റ്മെന്റ് നടക്കുള്ളൂ. വേറാസ് as far as conditions precedent is concerned, സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള കംപ്ലൈൻസ് മതി. അപ്പൊ ഇതാണ് ഡോക്ട്രിൻ ഓഫ് സി പ്രേ. ദി കണ്ടീഷൻ പ്രീസിഡന്റിന്റെ സബ്സ്റ്റാൻഷ്യൽ കംപ്ലൈൻസ് മതി ഫോർ വെസ്റ്റിംഗ്. So this is that doctrine. Different news reported in Hindu, which I consider it has a constitutional importance. And the second issue reported by this Hindu, which is I think is a constitutional